Hi everyone, let us continue the class. This is the third part of 6th chapter, Unraveling Genetic Mysteries. Next topic, how do genes act? That is gene action. The activity of particular proteins or enzymes controls metabolic activities and is responsible for specific characteristics. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് എൻസൈംസ് ഓർ പ്രോട്ടീൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഡൈജഷൻ, റെസ്പിറേഷൻ ഇതൊക്കെ മെറ്റബോളിക് റിയാക്ഷൻസ് ആണ്. ഈ പ്രോസസ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് എൻസൈംസ് ഓർ പ്രോട്ടീൻസ് ഉണ്ട്. ദ പ്രോട്ടീൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓൾസോ. അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സിന് കാരണം പ്രോട്ടീൻസ് ആണ്. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസ് നിർമ്മിക്കപ്പെടുന്നത്? ജീൻസ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഉള്ളത് ജീൻസിലാണ്. ഓക്കെ, ജീൻസ് ആർ പെർട്ടിക്കുലർ സെഗ്മെൻറ്റ്സ് ഓഫ് DNA. ജീൻസ് എന്ന് പറയുന്നത് DNA-യുടെ ഒരു ഭാഗമാണ്, ഒരു സെഗ്മെൻ്റ് ആണ് ജീൻസ്. ഒബ്സർവ് ദിസ് ഇലസ്ട്രേഷൻ. ജീൻസ് മീൻസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓർ സെഗ്മെൻറ്റ് ഓഫ് DNA. DNA-യുടെ സെഗ്മെൻ്റ് ആണ് ജീൻസ്. DNA കാണുന്നത് ക്രോമസോംസിലാണ്. ആൻഡ് ക്രോമസോംസ് ആർ സീൻ ഇൻ ന്യൂക്ലിയസ്. ക്രോമസോംസ് കാണുന്നത് ന്യൂക്ലിയസിലാണ്. സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്താണ് ക്രോമസോംസ്. സോ ദിസ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് ജീൻ. So they are located inside cell, in nucleus, in chromosome, and it is a part of DNA. How do genes act? Genes എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? or protein synthesis എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്? Okay, let us study that. Observe this illustration. So this is cell. ഇത് നമുക്ക് സെല്ലായി എടുക്കാം. ഇതാണ് ന്യൂക്ലിയസ് ആൻഡ് ഇതാണ് സൈറ്റോപ്ലാസം. ഓക്കെ, ഇനി പ്രോട്ടീൻ സിന്തസിസിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. So first step, mRNA forms from DNA. DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്യുന്നു. ഈ പ്രോസസ്സ് നടക്കുന്നത് ന്യൂക്ലിയസിനകത്ത് വെച്ചാണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ്, mRNA റീച്ചസ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. mRNA നെക്സ്റ്റ് ന്യൂക്ലിയസിന് പുറത്തെത്തുന്നു. എങ്ങോട്ടേക്കാണ് എത്തുക? ടു ദ സൈറ്റോപ്ലാസം. തേർഡ് സ്റ്റെപ്പ്, mRNA റീച്ചസ് റൈബോസോം. mRNA റൈബോസോമിലെത്തുന്നു. ഫോർത്ത് സ്റ്റെപ്പ്, tRNA brings different kinds of amino acids to ribosome. tRNA different type amino acidum കൊണ്ട് റൈബോസോമിലേക്ക് എത്തും. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ്, based on the information in mRNA, protein is synthesized by adding amino acids. mRNA-യിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് അമിനോ ആസിഡ്സ് കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. സോ ദ സ്റ്റെപ്സ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആർ: mRNA forms from DNA, mRNA reaches outside the nucleus, mRNA reaches ribosome, tRNA brings different kinds of amino acids to ribosome. Based on the information in mRNA, protein is synthesized by adding amino acid. DNA does not participate directly in protein synthesis. DNA performs its activities with the help of RNA. നമ്മൾ പ്രോട്ടീൻ സിന്തസിസിൻ്റെ സ്റ്റെപ്സ് പഠിച്ചു. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? DNA നേരിട്ട് പ്രോട്ടീൻ നിർമ്മിക്കുന്നില്ല. DNA സഹായിക്കുന്നത് ആരാണ്? RNA ആണ് DNA പ്രോട്ടീൻ നിർമ്മിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. RNA ദാറ്റ് ക്യാരീസ് ഇൻഫർമേഷൻ ഫ്രം DNA റീച്ചസ് റൈബോസോം ആൻഡ് കൺട്രോൾസ് പ്രോട്ടീൻ സിന്തസിസ്. DNA-യിൽ നിന്നും ഇൻഫോർമേഷൻസ് ഒക്കെയും RNA കളക്ട് ചെയ്ത് റൈബോസോമിലെത്തി പ്രോട്ടീൻ സിന്തസിസ് കൺട്രോൾ ചെയ്യുന്നു. സിൻസ് ദിസ് RNA ഈസ് ദ മെസ്സഞ്ചർ ഓഫ് DNA, ഇറ്റ് ഈസ് കോൾഡ് മെസ്സഞ്ചർ RNA ഓർ mRNA. DNA-യുടെ മെസ്സഞ്ചർ ആയതുകൊണ്ട് RNA-യെ മെസ്സഞ്ചർ RNA ഓർ mRNA എന്ന് പറയുന്നു. ബിസൈഡ്സ് mRNA, there are tRNA ഓർ ട്രാൻസ്ഫർ RNA ദാറ്റ് ക്യാരി അമിനോ ആസിഡ് ടു ദ റൈബോസോം. റൈബോസോമിലേക്ക് അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്നത് tRNA ഓർ ട്രാൻസ്ഫർ RNA ആണ്. ആൻഡ് rRNA ഓർ റൈബോസോമൽ RNA ദാറ്റ് ആർ സീൻ അസോസിയേറ്റഡ് വിത്ത് റൈബോസോംസ്. റൈബോസോംസിൻ്റെ കൂടെ കാണുന്ന RNA ദാറ്റ് ഈസ് rRNA or ribosomal RNA. So that means there are 3 types of RNA that helps in protein synthesis. Protein synthesisന് സഹായിക്കുന്ന 3 ടൈപ്പ് RNAs ഉണ്ട്. mRNA, tRNA, rRNA. mRNA messenger RNA, tRNA transfer RNA, rRNA ribosomal RNA. Protein molecule is synthesized by the combined activities of all these molecules. ഈ മോളിക്യൂൾസ് ഒക്കെയും ഒന്നിച്ച് വർക്ക് ചെയ്താണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. Different kinds of RNA. So which are the different kinds of RNA? mRNA, tRNA and rRNA. Role of mRNA in protein synthesis.
പ്രോട്ടീൻ സിന്തസിസിൽ mRNAൻ്റെ റോൾ എന്താണ്? സോ mRNA ഈസ് ക്യാരിങ് ഇൻഫർമേഷൻ ഫ്രം DNA ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. DNA-യിൽ നിന്നും ഇൻഫോർമേഷൻസ് ക്യാരി ചെയ്ത് പ്രോട്ടീൻ സിന്തസിസിനെ സഹായിക്കുന്നത് mRNA ആണ്. ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ അകത്ത് വെച്ച് നടക്കുന്ന പ്രോസസ്സ് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് mRNA ഈസ് ഫോംഡ് ഫ്രം DNA. DNA-യിൽ നിന്നും mRNA ഫോം ചെയ്യുന്നത് ന്യൂക്ലിയസിനകത്ത് വെച്ചാണ്. ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? tRNA ഈസ് ബ്രിങ്ങിങ് അമിനോ ആസിഡ്സ് ടു റൈബോസോം. സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് tRNA അമിനോ ആസിഡ്സിനെയും കൊണ്ട് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്? ടു ദ റൈബോസോം. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് റൈബോസോമിൽ വെച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ക്രോമസോംസ് ഇൻ ഹ്യൂമൻസ്. ഈച്ച് സ്പീഷീസ് ഹാസ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് ക്രോമസോംസ്. There are 46 chromosomes in human beings. Human beings-ൽ 46 chromosomes കാണാം. Of these, 44 are somatic chromosomes and 2 are sex chromosomes. 46 chromosomes-ൽ 44 chromosomes somatic chromosomes ആണ്. ബാക്കിയുള്ള 2 chromosomes സെക്സ് ക്രോമോസോംസ് ആണ്. ഹ്യൂമൻ ബീങ്സിൻ്റെ ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നത് കൺട്രോൾ ചെയ്യുന്നത് സെക്സ് ക്രോമോസോംസ് ആണ്. മറ്റുള്ള എല്ലാ ഫീച്ചേഴ്സും കൺട്രോൾ ചെയ്യുന്നത് സൊമാറ്റിക് ക്രോമോസോംസ് ആണ്. എ സൊമാറ്റിക് ക്രോമസോം പെയർ കണ്ടെയ്ൻസ് 2 ഐഡൻറ്റിക്കൽ ക്രോമസോം. ഒരു സൊമാറ്റിക് ക്രോമസോം പെയറിൽ 2 ഒരേപോലുള്ള ക്രോമസോംസ് കാണാം, ഐഡൻറ്റിക്കൽ ക്രോമസോംസ് കാണാം. ദസ് ഇൻ ഹ്യൂമൻ ബീങ്സ് ദർ ആർ 22 പെയർസ് ഓഫ് സൊമാറ്റിക് ക്രോമസോംസ്. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സിലുള്ളത് 22 പെയർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസ് ആണ്. ദാറ്റ് ഈസ് 44 സൊമാറ്റിക് ക്രോമസോംസ്. സെക്സ് ക്രോമസോംസ് ആർ ഓഫ് 2 ടൈപ്സ്. ദേ ആർ കോൾഡ് എക്സ് ക്രോമസോം ആൻഡ് വൈ ക്രോമസോം. 2 ടൈപ്പ് സെക്സ് ക്രോമസോംസ് ഉണ്ട്. വിച്ച് ആർ ദേ? എക്സ് ക്രോമസോം ആൻഡ് വൈ ക്രോമസോം. ഫീമെയിൽസ് ഹാവ് 2 എക്സ് ക്രോമസോംസ് ആൻഡ് മെയിൽസ് ഹാവ് 1 എക്സ് ക്രോമസോം ആൻഡ് 1 വൈ ക്രോമസോം. ഫീമെയിൽസിൽ 2 എക്സ് ക്രോമസോംസ് കാണും, മെയിൽസിൽ 1 എക്സ് ക്രോമസോമും 1 വൈ ക്രോമസോമും കാണും. ദാറ്റ് ഈസ് ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ഫീമെയിൽ. ഫീമെയിൽസിൻ്റെ ക്രോമസോംസ് എന്ന് പറയുന്നത് 44 പ്ലസ് XX, സോ ടോട്ടൽ 46, ആൻഡ് ദാറ്റ് ഓഫ് മെയിൽ ഈസ് 44 പ്ലസ് XY, സോ ടോട്ടൽ 46. ഓക്കെ, സോ ഫീമെയിൽസിൻ്റെ ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത് ക്രോമസോം എന്ന് പറയുന്നത് 44 പ്ലസ് XX ആൻഡ് മെയിൽ 44 പ്ലസ് XY. ക്രോമസോം നമ്പർ ഇൻ ഹ്യൂമൻ ബീങ്സ് 46. ഹൗ മെനി പെയർ? 23 പെയർ. 23 പെയർ ഈക്വൽ ടു 46. സൊമാറ്റിക് ക്രോമസോംസ് എത്രയാണ്? 44 ഓർ 22 പെയർസ്. സെക്സ് ക്രോമസോംസ് 1 പെയർ എക്സ് ആൻഡ് വൈ. ഫീമെയിൽസിലാണെങ്കിൽ XX, മെയിലാണെങ്കിൽ XY. നെക്സ്റ്റ് ടോപ്പിക്, ജനറ്റിക്സ് ഓഫ് വാരിയേഷൻ. പാരൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയ കുട്ടികൾ ഉണ്ടാവുന്നതിന് നമ്മൾ പറയുന്നത് വാരിയേഷൻ എന്നാണ്, അല്ലേ? സോ വാട്ട് ഈസ് ദ ജനറ്റിക്സ് ബിഹൈൻഡ് വാരിയേഷൻ? വാരിയേഷനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റീസൺ ഫോർ വാരിയേഷൻ ഈസ് ക്രോസിംഗ് ഓവർ ഇൻ ക്രോമസോംസ്. ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഫേസ് ഓഫ് മിയോസിസ്, chromosomes pair and exchange their parts. This process is called crossing over of chromosomes. 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചു 2 ടൈപ്പ് സെൽ ഡിവിഷൻ ഉണ്ട്, മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. മിയോസിസ് സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ക്രോമസോംസ് പെയറായി ജോഡി ചേർന്ന് ക്രോമസോംസിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറും. ആ പ്രോസസ്സിനെ ക്രോസിംഗ് ഓവർ എന്നാണ് പറയുക. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, പാർട്ട് ഓഫ് എ DNA crosses over to become the part of another DNA. ക്രോസിംഗ് ഓവർ കാരണം ഒരു DNA-യുടെ ഒരു ഭാഗം മുറിഞ്ഞ് മറ്റൊരു DNA-യുടെ ഭാഗമായി മാറുന്നു. ഓക്കെ, ആൻഡ് വാട്ട് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദിസ്? ദിസ് കോസസ് എ ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജീൻസ്. ഇത് കാരണം ജീൻസിൽ മാറ്റം വരും. എന്തുകൊണ്ടാണ്? ജീൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ക്രോമസോംസിലാണ്, അല്ലേ? ആൻഡ് നെക്സ്റ്റ്, when these chromosomes are transferred to the next generation, it causes the expression of new character in offsprings. ഈ ക്രോമസോംസ് ക്രോസിംഗ് ഓവർ നടന്ന ഈ ക്രോമസോംസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫോം ചെയ്ത പുതിയ ക്യാരക്ടേഴ്സും നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ നെക്സ്റ്റ് ജനറേഷൻ എന്ത് കാണിക്കും? വാരിയേഷൻ കാണിക്കും. ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? Chromosomes pair and exchange their parts. Okay, and that process is called crossing over. Role of crossing over in causing variation. So what is the role or significance of crossing over? What happens after crossing over? So as a result of crossing over, part of a DNA crosses over to become the part of another DNA.
This causes a difference in distribution of genes. So when these chromosomes are transferred to next generation, what happens? In next generation, variation occurs. Second reason for variation, combination of allele during fertilization. The chromosomes of parents reach the offsprings through gametes. പാരൻസിൻ്റെ ക്രോമസോംസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് മൂവ് ചെയ്യുന്നത് ഗാമീറ്റ്സ് വഴിയാണ് അല്ലേ? ദാറ്റ് ഈസ് മെയിൽ ഗാമീറ്റ് സ്പേം, ഫീമെയിൽ ഗാമീറ്റ് ഓവം. വെൻ ഗാമീറ്റ്സ് അണ്ടർഗോ ഫ്യൂഷൻ, ദ കോമ്പിനേഷൻ ഓഫ് അലീൽസ് ചേഞ്ചസ്. ഈ ഗാമറ്റുകൾ തമ്മിൽ ഫ്യൂഷൻ നടക്കുമ്പോൾ അലീൽ കോമ്പിനേഷന് മാറും. This causes the expression of characteristics in offsprings that are different from parents. Thus, fertilization causes variation in the next generation. So, ഈ ഗാമറ്റ്സ് തമ്മിൽ ഫ്യൂഷൻ നടക്കുമ്പോൾ അലീൽ കോമ്പിനേഷന് മാറും. അത് കാരണം നെക്സ്റ്റ് ജനറേഷനിൽ മാറ്റം വരും, വേരിയേഷൻ വരും. തേർഡ് റീസൺ ഫോർ വേരിയേഷൻ ഈസ് മ്യൂട്ടേഷൻ. എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം ഈസ് കോൾഡ് മ്യൂട്ടേഷൻ. ജീൻസിൽ പെട്ടെന്ന് നടക്കുന്ന മാറ്റങ്ങളാണ് mutation. This may occur due to defect in the duplication of DNA, certain chemicals, radiations, etc. DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഡിഫക്റ്റ് കാരണമോ അല്ലെങ്കിൽ കെമിക്കൽസ് ഓർ റേഡിയേഷൻ കാരണമോ ഈ ജീൻസിൽ മ്യൂട്ടേഷൻ നടക്കാം. ഓക്കെ, സോ വാട്ട് ആർ ദ റീസൺസ് ഫോർ മ്യൂട്ടേഷൻ? ഡിഫക്റ്റ് ഇൻ ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് DNA, certain chemicals, radiations, etc. Mutations bring about changes in genes which can be transmitted over generations and thus leading to variations in characters. Mutations have great relevance in evolution process. Mutation നടന്ന ജീൻസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് ജനറേഷനിൽ മാറ്റം വരും, വേരിയേഷൻ വരും. ഓക്കെ, സോ ദ 3 റീസൺസ് ഫോർ വേരിയേഷൻ ആർ ക്രോസിംഗ് ഓവർ ഇൻ ക്രോമസോംസ്, ചേഞ്ച് ഇൻ കോമ്പിനേഷൻ ഓഫ് അലീൽസ് ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ ആൻഡ് മ്യൂട്ടേഷൻ. നെക്സ്റ്റ് ടോപ്പിക്, ഈസ് ദ ചൈൽഡ് മെയിൽ ഓർ ഫീമെയിൽ? ദറ്റ് ഈസ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിൽ എങ്ങനെയാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുക? നെക്സ്റ്റ് ഉണ്ടാവുന്ന ജനറേഷൻ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക? വാട്ട് ഈസ് ദ ജനറ്റിക് മെക്കാനിസം ദാറ്റ് ഡിറ്റർമൈൻസ് വെദർ എ ചൈൽഡ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ? ഒബ്സർവ് ദിസ് ഇലസ്ട്രേഷൻ. ഫീമെയിൽസിൻ്റെ ക്രോമസോം കോമ്പിനേഷൻ 44+XX, മെയിലിൻ്റെ ക്രോമസോം കോമ്പിനേഷൻ 44+XY. ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമിറ്റാണ് ഓവം. ഓവത്തിൽ കാണുന്നത് എക്സ് ക്രോമസോം മാത്രമായിരിക്കും. മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമിറ്റാണ് സ്പേം. സ്പേമിൽ കാണുന്നത് എക്സ് ക്രോമസോംസും വൈ ക്രോമസോംസും ആയിരിക്കും. സോ മെയിൽ 2 ടൈപ്പ് ക്രോമസോംസ് ഉള്ള സ്പേം പ്രൊഡ്യൂസ് ചെയ്യും, എക്സ് ക്രോമസോമുള്ള സ്പേമും വൈ ക്രോമസോമുള്ള സ്പേമും. സോ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് എക്സ് ക്രോമസോമുള്ള സ്പേമാണ് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ ഏത് കോമ്പിനേഷൻ ആയിരിക്കും ഫോം ചെയ്യുക? XX. സോ ദ ചൈൽഡ് വിൽ ബി ഫീമെയിൽ. ഇനി വൈ ക്രോമസോമുള്ള സ്പേമാണ് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഉണ്ടാവുന്ന ക്രോമസോം കോമ്പിനേഷൻ XY ആയിരിക്കും. സോ ദ ചൈൽഡ് വിൽ ബി മെയിൽ. സോ ഇവിടെ ചൈൽഡ് മെയിൽ ആണോ ഫീമെയിൽ ആണോ ഒരു ബോയ് ആണോ ഗേൾ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാദറിൻ്റെ ക്രോമസോംസ് ആണ്. ബിക്കോസ് ഫാദർ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമേറ്റ്സ്. ഓക്കെ, എക്സ് ആൻഡ് വൈ. ഫാദറിനാണ് 2 ഡിഫറെൻറ്റ് ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സ് ഗാമേറ്റ് ആൻഡ് വൈ ഗാമേറ്റ്. So who is responsible for the sex of the child? Father is responsible for the sex of the child. Number of chromosomes in male and female. മെയിലും ഫീമെയിലും number of chromosomes സെയിം ആണ്, 46. Chromosome difference in male and female. Male and female ഉള്ള chromosome difference എന്താണ്? In male it is 44+XY. In female it is 44+XX. What is the possibility of the birth of a male or female child? മെയിൽ ഓർ ഫീമെയിൽ ചൈൽഡ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി എന്താണ്? ഈക്വൽ പോസിബിലിറ്റി, റൈറ്റ്? ദ XY ക്രോമസോംസ് ഓഫ് ദ ഫാദർ ഡിറ്റർമൈൻ വെദർ ദ ചൈൽഡ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ. ഫാദറിൻ്റെ XY ക്രോമസോംസ് ആണ് നെക്സ്റ്റ് ഉണ്ടാവുന്ന ചൈൽഡ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ചൈൽഡ് വിത്ത് XX സെക്സ് ക്രോമസോംസ് ഈസ് ഫീമെയിൽ ആൻഡ് വൺ വിത്ത് XY സെക്സ് ക്രോമസോം ഈസ് മെയിൽ. XX സെക്സ് ക്രോമസോംസ് ഉള്ള ചൈൽഡ് ഫീമെയിൽ ആണ്, XY സെക്സ് ക്രോമസോംസ് ഉള്ള ചൈൽഡ് മെയിൽ ആണ്. Difference in skin color. What may be the reason for the difference in color of skin in people living in various parts of the world? എന്തുകൊണ്ടായിരിക്കാം ആൾക്കാരുടെ കളറിൽ ഡിഫറൻസ് വരുന്നത്? മെലാനിൻ, എ പിഗ്മെൻറ്റ് പ്രോട്ടീൻ, imparts color to the skin. The rise or fall in the production of melanin is due to the difference in the function of alleles of genes responsible for skin color.
ദിസ് ഈസ് ദ റീസൺ ഫോർ ദ കളർ ഡിഫറൻസ് ഓഫ് ഹ്യൂമൻ സ്കിൻ. സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്നത് മെലാനിൻ എന്ന പിഗ്മെൻ്റ് ആണ്. സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്ന ജീൻസിൻ്റെ ഫങ്ഷനിൽ ഡിഫറൻസ് വരുന്നത് കൊണ്ട് മെലാനിൻ പ്രൊഡക്ഷൻ കൂടുകയോ കുറയുകയോ ചെയ്യും. അത് കാരണം കളർ ഡിഫറൻസ് വരും, നിറവ്യത്യാസം വരും. ഓക്കെ, മെലാനിൻ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ടോ മെലാനിൻ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടോ ആണ് കളർ ഡിഫറൻസ് വരുന്നത്. എന്തുകൊണ്ടാണ് മെലാനിൻ പ്രൊഡക്ഷൻ ഡിഫറൻസ് കാണിക്കുന്നത്? ബിക്കോസ് ഓഫ് ഡിഫറൻസ് ഇൻ ഫങ്ഷനിങ് ഓഫ് ജീൻസ്. മെലാനിൻ പ്രൊഡക്ഷന് കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ഡിഫറെൻ്റായി ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് ഇതുപോലെ മെലാനിൻ പ്രൊഡക്ഷനിൽ ഡിഫറൻസ് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് റേഷ്യൽ ഡിഫറൻസ് വിച്ച് മേക്സ് ദ സ്കിൻ കളർ ഡാർക്ക് ഓർ ലൈറ്റ്. ദിസ് ഈസ് സിംപ്ലി an adaptation to live under the sun. Races among mankind are only cultural. Biologically, all men are of the same race. Studies in genetics become meaningful only when one attains an awareness to consider all men equal without any racial discrimination. സ്കിൻ കളറ് കറുപ്പോ വെളുപ്പോ ആവുന്നത് വർഗവ്യത്യാസം കൊണ്ടല്ല, സണ്ണിന് കീഴെ ജീവിക്കാനുള്ള ഒരു അഡാപ്റ്റേഷൻ മാത്രമാണ് ഈ സ്കിൻ കളറിലുള്ള ഡിഫറൻസ്. ഓക്കെ, ബയോളജിക്കലി എല്ലാ മനുഷ്യരും ഒരേ വർഗം അല്ലെങ്കിൽ ഒരേ റേസ് തന്നെയാണ്. സ്കിൻ കളറിൻ്റെ പേരിൽ ആരെയും പരിഹസിക്കാനോ വേർതിരിച്ചു കാണാനോ പാടില്ല. So our 6th chapter is over.